الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون من സഹോദര സഹോദരിമാരെ ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ യാസിർ ദൗസരിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹത്തിൻ്റെ സംസാരം മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയുടെ ഖുതുബ പോലെ റമദാനുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടുപേരും സംസാരിച്ചത്. അതേ വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത അത് നമുക്ക് കഴിഞ്ഞ ഖുതുബയിലുള്ളതായ വിശദീകരണത്തിലൊക്കെ കേട്ട് പഠിച്ചതായ കാര്യമാണെങ്കിലും വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ഈ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞതായ ഭാഗം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയതായ മാസമാണ് എന്നതാണ്. ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുൽ ഇഹ്സാൻ, ഷഹ്റുർ റഹ്മത്ത് വൽ മഗ്ഫിറത്ത് വൽ ഇത്ഖ് മിനൻ നീറാൻ, അങ്ങനെ പ്രത്യേകതകൾ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയും കൊണ്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഈ ഉമ്മത്ത് മുഹമ്മദിന് ഈ വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഇറക്കിയതായ മാസമാണ് ഈ ഷഹർ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം ഖുതുബ ആരംഭിച്ചത്. അതെ, ആ വിശുദ്ധ മക്കയിൽ ഇറങ്ങിയതായ ഖുർആൻ അത് റമദാൻ മാസത്തിലായിരുന്നു ഇറങ്ങിയത് എന്നത് ഈ മാസത്തിന്റെ പ്രത്യേകതയും ഈ മാസത്തിൽ നാം വ്രതം അനുഷ്ഠിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ഇറക്കിയതായ ഈ ഹുദ, ഈ സന്മാർഗം, ഈ മഹാഗ്രന്ഥം പരിപൂർണമായ എല്ലാ നിയമങ്ങളും എല്ലാ വിധികളും എല്ലാ വിലക്കുകളും ഉൾക്കൊള്ളുന്നതായ ഗ്രന്ഥം, എല്ലാ നിയമാവലികളും ഉൾക്കൊള്ളുന്നതായ ഈ ഗ്രന്ഥം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഗ്രന്ഥം. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ ശൈലി അങ്ങനെ തന്നെയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യരാശിക്ക് സന്മാർഗം നൽകിയും കൊണ്ടാണ് ഈ ഖുർആനിനെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇറക്കിയത്. ആ ഖുർആനിനെ ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തത് റമദാൻ മാസത്തിലായിരുന്നു, ലൈലത്തുൽ ഖദ്റിലായിരുന്നു. ആ റമദാനിൽ തന്നെയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയായിട്ട് നിയോഗിച്ചതും. അതെ, നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതായ സൂക്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തതായ രംഗം പലപ്പോഴും നാം കേട്ട് മനഃപ്പാഠമാക്കിയതായ ഭാഗമാണ്. ആ സംഭവം മഹാസംഭവമായിരുന്നു എന്ന് മക്ക ഇമാം പറയുകയാണ്. മനുഷ്യരാശിയുടെ ഉമ്മത്ത് മുഹമ്മദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടവും സമ്പാദ്യവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഹിദായത്തിനെ, ആ സന്മാർഗത്തിനെ ആ മക്കയിലൂടെ ആ റമദാനിലൂടെ നമുക്ക് ഇറക്കി തന്നു എന്നത്. അതിനെ സ്മരിക്കാൻ വേണ്ടിയാണ് കൊല്ലം പ്രതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മാസത്തിനെ മടക്കി തരുന്നത്. വന്നുകൊണ്ടേയിരിക്കുന്നു, അതിഥിയായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതായ ഈ പ്രധാനപ്പെട്ട അതിഥി നമ്മളോട് ഓതുന്നത് ഈ അതിഥിയാകുന്ന റമദാനിലൂടെയാണ്. വിശുദ്ധ ഫുർഖാൻ അലീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി എന്നതാണ്. മനുഷ്യരാശിയുടെ സന്മാർഗവും അതിനുള്ളതായ പ്രകാശവും പ്രഭയും അതിന് സ്വർഗത്തിലേക്ക് എത്താനുള്ളതായ മാധ്യമവും അതിലൂടെ ജീവിക്കാനുള്ളതായ എല്ലാ നിയമാവലികളും വിധികളും എല്ലാം അതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അങ്ങനെയുള്ളതായ ആ വിശുദ്ധ റമദാനിന്റെ 1/3 നമ്മളോട് വിട വാങ്ങാൻ പോവുകയാണ് എന്ന് മക്ക ഇമാം ഓർത്തുകയുണ്ടായി. എത്ര പേരാണ് ഈ 1/3 നേടിയവർ, സമ്പാദിച്ചവരെന്ന് അദ്ദേഹം ചോദിക്കുന്നു. വല്ലവരും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആ ശേഷിക്കുന്ന ഭാഗത്തിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനും അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കുവാനും ഈ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി മാറുവാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ മാസത്തിലൂടെ കളമൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ രൂപത്തിലും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി അനിവാര്യമായ എല്ലാ മാധ്യമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. പിശാചുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കുകയും നരകത്തിന്റെ വാതിലുകൾ പൂട്ടിവെക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിക്കുന്നവരെ കൊണ്ട് വിളിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നാം കഴിഞ്ഞ
കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. നന്മയെ ഉദ്ദേശിക്കുന്ന വിഭാഗമേ വർദ്ധിപ്പിക്കൂ, തിന്മയെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമേ ഷോർട്ടാക്കൂ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടുന്നതായ ദിവസങ്ങളാണ് റമദാൻ മാസത്തിലുള്ളതായ ദിവസങ്ങൾ. ആ റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ കൽപ്പന, ആ വിളി, ആ സന്തോഷ വാർത്ത വരുന്നതായ സന്ദർഭം ഇതാ നമ്മളുടെ മുമ്പിൽ വിട്ടുകടന്നിരിക്കുകയാണ്. നാമാണ് അതിന് മറുപടി നൽകേണ്ടവർ. നമ്മിൽ നിന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറുപടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചതും അള്ളാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് മറുപടി നൽകിയവർ എത്രയുണ്ട് എന്നത് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചേഞ്ച് ഉണ്ടാക്കിയോ? റമദാനും മറ്റു മാസങ്ങളും നാം ഒരുപോലെയാണോ നാം കഴിച്ചു കൂട്ടുന്നത്? നാം നമ്മുടെ ജീവിതത്തിൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഇല്ലാത്തതായ പ്രത്യേകത ഖുർആനോത്തിലൂടെയും ഈ ഖുർആനാകുന്ന ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു ഇറക്കിയതായ ആ റമദാനിൽ ഇറക്കിയതായ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് എത്രയുണ്ടായി, നാം എത്ര പേര് ഖുർആനെ ഓതി എന്നതൊക്കെ നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. മക്ക ഇമാം തുടരുന്നു, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് റമദാൻ യഥാർത്ഥത്തിൽ നോമ്പിലൂടെ വ്രതത്തിലൂടെ ഒരു തടസ്സമുണ്ടാക്കുകയാണ് നമുക്ക്. അഥവാ നാം തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ വളർത്താൻ, ആത്മാവിനെ പരിഷ്കരിച്ചെടുക്കാൻ, ആത്മാവിനെ ക്ലിയറായ ആത്മാവാക്കി മാറ്റാൻ ഈ റമദാൻ നമ്മെ സഹായിക്കുന്നു. അത് നമുക്ക് ട്രെയിനിങ് നൽകുന്നു. വഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുത് വലാ യഫ്സുഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും വരികയാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ അവൻ റഫസ് ചെയ്യരുത്. അഥവാ നമുക്ക് അനുവദിക്കപ്പെട്ടതായ സംയോഗം വരെ, ഭാര്യമാരുമായുള്ള ബന്ധം വരെ, അങ്ങനെയുള്ള ചിന്താഗതികൾ വരെ റമദാൻ പകലിൽ നാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിസ്ക് ചെയ്യാൻ പാടുള്ളതല്ല, തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല, തെറ്റായ കാഴ്ചകൾക്ക്, തെറ്റായ കേൾവികൾ, തെറ്റായ സംസാരങ്ങൾ അതെല്ലാം ഒഴിവാക്കേണ്ടതായ ദിവസങ്ങളാണ്, മാസമാണ് ഈ വിശുദ്ധ മാസം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഇറക്കിയതായ ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായ ദിവസം അത് ലൈലത്തുൽ ഖദർ ആയിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. മക്ക ഇമാം തുടരുകയുണ്ടായി, ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വഹി ഇറക്കിയത്, ആദ്യമായിട്ട് ഖുർആനിനെ ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത്. അങ്ങനെയുള്ളതായ ലൈലത്തുൽ ഖദർ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ സന്തോഷ വാർത്ത സഹിഹ് ഹദീസിലൂടെ, ബുഖാരിയിലൂടെ, മുസ്ലിമിലൂടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയതായ വാർത്തയും മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, വിശുദ്ധ റമദാൻ മാസത്തിൽ ആ വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഓതിയും കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് രാത്രി ഹയാത്താക്കുക എന്നത് തീർച്ചയായിട്ടും അത് പ്രത്യേകത ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതായ ഒരു അമലാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് നമ്മിൽ നിന്നിട്ട് പലരും ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല കാരണത്താലും. എന്നാൽ കഴിവിന്റെ പരമാവധി നാം ഈ മാസം മറ്റു മാസവുമായിട്ട് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി, രാത്രി ഹയാത്താക്കാൻ വേണ്ടി പാടുപെടുക. എത്രയാണ് ഓരോരുത്തർക്കും സാധിക്കുന്നത് അത്രയെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക. 2 റക്അത്ത് മുതൽ 11 റക്അത്ത് വരെ നീട്ടി വലിച്ച് ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കാണിച്ചു തന്ന രൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമമായ രീതി. ഇനി റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വിരോധവുമില്ല. പക്ഷേ അതേ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ ദക്വാൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഇമാമായിട്ട് നമസ്കരിച്ച സന്ദർഭത്തിൽ മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഖുർആൻ പാരായണം ചെയ്തത് എന്ന് ബുഖാരിയിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ നാം ഖുർആൻ മനപ്പാഠമില്ലാത്തവരാണെങ്കിൽ ഖുർആൻ മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, മുസാബഖ ബിൽ ഖൈറാത്ത്, നന്മയിലേക്ക് കുതിച്ചു വരിക, കുതിച്ചു ഓടുക എന്നതായ ആ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന, അത് റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ ഈ റമദാൻ മാസത്തിലൂടെ ഇറക്കിയത് ഹുദൽ ലിന്നാസി, മനുഷ്യരാശിക്ക് സന്മാർഗമായിട്ടാണെന്ന് നാം പറഞ്ഞു. അതെ, ആ സന്മാർഗമായിട്ട് ഇറക്കിയതായ ഖുർആനിനെ നമുക്ക് നമ്മുടെ നഫ്സിന് തത്ഹീർ നൽകാൻ വേണ്ടിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി ഇറക്കിയോ ആ ആവശ്യം തന്നെയാണ് ആ റമദാനിലൂടെ നാം ഉണ്ടാക്കിയെടുക്കുന്നത്. റമദാനും ഖുർആനും കരീനാണ് എന്ന് പറയുന്നു. അത് രണ്ടും കൂടപ്പറപ്പ, രണ്ട് സാധനത്തെയും ഒന്നിച്ചേ നമുക്ക് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോൾ റമദാന് ഓർമ്മ വരുന്നു അപ്പോൾ ഖുർആനിനെ ഓർമ്മ വരുന്നു, എപ്പോൾ ഖുർആനുമായി നാം ബന്ധപ്പെടുന്നു അപ്പോൾ റമദാനിനെ നമുക്ക് ഓർമ്മ വരുന്നു. എന്തുകൊണ്ട്? അത് വളരെ ടച്ചുള്ള, ബന്ധമുള്ളതായ രണ്ട് സാധനമാണ്. അത് രണ്ടും നമുക്ക് പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സാക്ഷി നിൽക്കാൻ പോകുന്നതായ സാധനമാണ്. അതുകൊണ്ട് ആ വിശുദ്ധ റമദാൻ മാസത്തിൽ നാം ആ ഖുർആനിനെ ഓതേണ്ടതുപോലെ ഓതി അതിന്റെ അകത്തുള്ളതായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി
ദാസികളായി മാറുവാനും ലോകത്തിന്റെ മുമ്പിൽ ഈ ഖുർആനിലൂടെ ഈ ഉമ്മത്ത് മുഹമ്മദിനെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ ആ പ്രത്യേകത ലോകം കണ്ടുപഠിക്കുവാനും ലോകം കേട്ട് പഠിക്കുവാനും ലോകം വായിച്ചു പഠിക്കുവാനും ലോകം ശരിക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രവർത്തനത്തിലൂടെ അവർ നോമ്പ് പിടിക്കലിലൂടെ അവർ ഖുർആനുമായി ബന്ധപ്പെടലിലൂടെ മറ്റുള്ളവർ കണ്ടുപഠിക്കുവാനും നാം കാരണമായി തീരണമെന്നത് പ്രത്യേകം ഉണർത്തേണ്ടതില്ല. അത് ഇവിടെ സ്മരിക്കേണ്ടതായ ഭാഗമാണ്. ഖുർആനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് മനുഷ്യരാശിക്ക് ആ സകലം സന്മാർഗമായിട്ടാണ്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി മാത്രമല്ല, ആ സകലം മനുഷ്യരാശിക്ക് സന്മാർഗമായിട്ടാണ്. അങ്ങനെയുള്ളതായ ആ ഗ്രന്ഥത്തെ ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റേത് മാസങ്ങളിലില്ലാത്ത മറ്റേത് സമയങ്ങളിലില്ലാത്ത ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. ആ ഇബാദത്തിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ നാം തസ്കിയത്ത് ചെയ്യുക എന്നത് അതിലൂടെ ഉണ്ടാകുന്നു, സംഭവിക്കുന്നു എന്നതാണ്. അത് നമ്മുടെ ശരീരത്തെ മറ്റു മാസങ്ങളിൽ സംരക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ ആ മാസത്തിലൂടെ സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ഖുർആനുമായുള്ള ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സഹായകമാകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദൈനംദിനം വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുകയും പാരായണം ചെയ്തു കൊടുക്കുകയും അങ്ങുമിങ്ങും മുദാറസ നടത്തുകയും ചെയ്തതായ രംഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഖുതബകൾ പറഞ്ഞതനുസരിച്ചിട്ട് അത് ഇന്ന് മക്ക ഇമാം വീണ്ടും പറയുകയുണ്ടായി. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും രാത്രി റമദാനിൽ അഥവാ കഴിഞ്ഞതായ മാസങ്ങളിൽ ഇറങ്ങിയതായ ഖുർആനിന്റെ ആയത്തുകളെ സ്മരിപ്പിക്കുവാനും ഓതുവാനും അത് പാരായണം ചെയ്യുവാനും അത് പുതുക്കി പുതുതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓതി കേൾപ്പിക്കുവാനും ഇറങ്ങാറുണ്ടായിരുന്നു എന്നത് ഈ റമദാനിന്റെ പ്രത്യേകതയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ റമദാനുമായുള്ളതായ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചത് കാരണത്താൽ തന്നെ ആ റമദാനിലുള്ളതായ ആ ഖുർആനുമായുള്ളതായ ടച്ച് ഉമ്മത്ത് മുഹമ്മദിനെ സലഫ് സാലിഹീങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സലഫ് സാലിഹീങ്ങൾ മൊത്തത്തിൽ സഹാബാക്കൾ പ്രത്യേകിച്ച് അവര് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരായിരുന്നു. അവരിൽ നിന്നിട്ട് ഒരാളെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ മക്ക ഇമാം ഉണർത്തിയതുപോലെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സാധാരണ 7 ദിവസത്തിലൂടെയായിരുന്നു ഖുർആൻ പരിപൂർണമാക്കാറുണ്ടായിരുന്നത്. അങ്ങനെയുള്ളതായ ആ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റമദാൻ മാസമായി കഴിഞ്ഞാൽ 3 ദിവസത്തിലൂടെ ഖുർആൻ പരിപൂർണമാക്കാറുണ്ടായിരുന്നു എന്നർത്ഥം എന്ന് ഹദീസിൽ കാണുന്നു. അപ്പോൾ നാമും ആ ഖുർആനുമായുള്ളതായ ബന്ധം വെറും അത് ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശം വെറും പാരായണം ചെയ്യുക എന്നത് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അറബി ഭാഷ അറിയാത്തവരാണെങ്കിൽ കൂടെ പരിഭാഷ ഉണ്ടാവൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ട് നാം ഓതുന്നതായ ആയത്തുകളിൽ നിന്നിട്ട് വല്ല ആയത്തിന്റെ അർത്ഥമോ വല്ല പദങ്ങളുടെ അർത്ഥമോ നമുക്ക് അറിയാതിരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ചിന്തിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഓതാനുള്ള അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് അല്ലാഹു പറഞ്ഞ ആ ആയത്തനുസരിച്ചിട്ട് നാം എന്തുകൊണ്ട് ഖുർആനിനെ ചിന്തിക്കുന്നില്ല, ഖുർആനിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കുന്നില്ല, ചിന്തിച്ച് പഠിക്കുന്നില്ല, അഥവാ ചിന്തിച്ച് അതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നില്ല. അതിൽ ധാരാളം വിജ്ഞാനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. പരലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സംസാരിക്കുന്നുണ്ട്. നമുക്കുള്ളതായ കേൾക്കാൻ പോകുന്നത് പോലെ മദീന ഇമാം പറഞ്ഞതുപോലെ ധാരാളം നിഅമത്തുകൾ, ധാരാളം മഅലൂമാത്തുകൾ, ധാരാളം ഇൽമുകൾ, ധാരാളം സമ്പാദ്യങ്ങൾ, ധാരാളം നേട്ടങ്ങൾ ആ ഖുർആനിലൂടെ നമുക്ക് സമ്പാദിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ വിശുദ്ധ റമദാനിൽ ഖുർആനുമായുള്ള ബന്ധം സലഫ് സാലിഹീങ്ങളുടെ പരിശോധിച്ച് നോക്കിയാൽ അവർ ധാരാളമായിട്ട് അതിനെ ഖതം ചെയ്തവരുണ്ടായിരുന്നു, അഥവാ പരിപൂർണമാക്കി ഓതിയവരുണ്ടായിരുന്നു. അതുകൊണ്ട് മക്ക ഇമാം തുടരുകയാണ്, നിങ്ങൾ ഈ മാസത്തിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സന്താനങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക് ഖുർആൻ പാരായണം ചെയ്യുവാനും അവർക്ക് മനഃപ്പാഠമാക്കി കൊടുക്കുവാനും അവരെ ഓതിപ്പിച്ച് പ്രാക്ടീസ് നൽകുവാനും നിങ്ങൾ പാടുപെടുക, നിങ്ങൾ പരിശ്രമിക്കുക. എന്നാൽ അവര് ഭാവിയിൽ റമദാൻ വരുമ്പോൾ ആ പ്രത്യേകത മനസ്സിലാക്കി റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും റമദാനിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുവാനും അവർ മുന്നോട്ട് വരുന്നതാണ്. ആ ട്രെയിനിങ് നിങ്ങൾ കുട്ടികൾക്ക് നൽകണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുന്നവരാണ്. നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെടുത്തി അവരെ വളർത്തുകയാണെങ്കിൽ, അവർക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് മക്ക ഇമാം ഓതുകയുണ്ടായി. ഖുർആൻ ഓതുന്നതായ വീട്, ആ വീട്ടിന്റെ അകത്ത് മലക്കുകൾ വർദ്ധിക്കും,
പിശാചുകൾ പുറത്തു പോകും, മലക്കുകൾ വർദ്ധിക്കും, മലക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കും. പിശാചുകൾ പുറത്തു പോകും വീട്ടിൽ നിന്നിട്ട്. അവരുടെ വീട്ടിലുള്ളതായ റിസ്ഖ് വർദ്ധിക്കും, അവർക്ക് വിശാലത ഉണ്ടാകും. അതുപോലെ തന്നെ ഖൈറാത്തുകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല, പിശാചായിരിക്കും പകരം പ്രവേശിക്കുക. പിശാച് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്നത്തെ യുഗത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അടുക്കൽ നാം കാണാറുള്ളത് പോലെ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം നാം കാണാറുള്ളത് പോലെ, റമദാൻ മാസവും അല്ലാത്ത മാസവും വ്യത്യാസമില്ലാതെ ഫിലിമുകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും പ്രത്യേക ഖുർആനിലുള്ളതായ നാം നോക്കാൻ പാടില്ലാത്തതായ പ്രോഗ്രാംസുകളും കണ്ടുകൊണ്ട് ആ ഖുർആനുമായി ബന്ധമില്ലാത്ത ജീവിക്കുന്നതായ, അള്ളാഹുവിനോടുള്ളതായ മറ്റു മാസത്തിൽ കാട്ടുന്നത് പോലെയുള്ളതായ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ അനാചാരങ്ങളും ഈ ശുദ്ധ റമദാനിൽ വരേക്കും ചെയ്തു കൂട്ടുന്നതായ വിഭാഗത്തെ നാം കാണാറുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അത് മഹാ അപകടമാണ്, അത് മഹാ പാപമാണ്, അത് മഹാ അവഗണനയാണ്. ആ ശൈലി നാം മാറ്റിവെക്കേണ്ടതുണ്ട്. ഈ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചെയ്തതായ ഹദീസിൽ മക്ക ഇമാം തുടരുകയാണ്, നാം ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണ് നമ്മുടെ വീട് എങ്കിൽ നമ്മുടെ വീടിൽ ബർക്കത്ത് ഉണ്ടാകുന്നതല്ല, റിസ്ഖിൽ ബർക്കത്ത് ഉണ്ടാകുന്നതല്ല, നമുക്ക് എപ്പോഴും ഇടുങ്ങിയ ജീവിതമായി തോന്നുന്നതാണ്, പ്രയാസമുള്ള ജീവിതമായി തോന്നുന്നതാണ്. മലക്കൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകുന്നതും അതിന് പകരം പിശാച് കയറിക്കൂടുന്നതുമാണ് വീട്ടിൽ. അങ്ങനെയുള്ള മഹാ അപകടങ്ങളൊക്കെ വരുന്നത് ഖുർആനുമായി ബന്ധമില്ലെങ്കിലും ഖുർആൻ വീട്ടിൽ ഓതിയില്ലെങ്കിലും ആണ്. സാധാരണ റമദാനിലും അല്ലാത്ത മാസങ്ങളിലും ഖുർആൻ നമ്മുടെ വീട്ടിൽ ഓതിക്കൊണ്ടേ ഇരിക്കണമെന്നത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് ഇവിടെ സ്മരണീയമാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും ഈ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ളതായ സൂറത്തുൽ ബഖറയെ ഒരാള് വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ അവിടെ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ നാം ആ വിശുദ്ധ ഫുർഖാൻ അദീമുമായിട്ടുള്ളതായ ബന്ധം ഇങ്ങനെ ഓതലൂടെ മാത്രമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓതിയാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളണം, അത് ഗ്രഹിക്കണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടണം. അത് ജീവിതത്തിൽ പകർത്തേണ്ടതായ ഭാഗങ്ങളെക്കുറിച്ചും അത് ഇറങ്ങിയതായ ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ആ റമദാനിൽ അതിന് നാം പ്രാക്ടീസ് നേടേണ്ടതും ആ പ്രാക്ടീസ് നേടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നഫ്സിൽ തസ്കിയത്ത് നൽകാനുള്ളതായ ചുറ്റുപാട് ലഭിച്ചു കഴിഞ്ഞാൽ 11 മാസവും ആ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്, അത് നിലനിൽക്കേണ്ടതാണ് എന്നതാണ് മക്ക ഇമാമ ഊന്നിപ്പറഞ്ഞതും ഉണർത്തിയതുമായ ഭാഗം. എന്നാൽ മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി സംസാരിച്ചതായ വിഷയവും ഇതേ വിഷയമായിരുന്നു. അഥവാ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നത് നമ്മുടെ ദോഷങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിനെ പരിഷ്കരിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതായ പ്രത്യേകത നമുക്ക് ഈ മാസത്തിൽ കാണാവുന്നതാണ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബിഅ്സത്ത് നൽകിയത് ഈ മാസത്തിലാണ്. ഈ ബിഅ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുക എന്നതായ പ്രത്യേകത അത് റമദാൻ മാസത്തിൽ നാം കേട്ടതായ മക്ക ഇമാമിന്റെ പ്രസംഗത്തിൽ നിന്നിട്ട് കേട്ടതായ, ഖുതുബയിൽ നിന്നിട്ട് കേട്ടതായ ആ ഖുർആൻ ഇറങ്ങുക എന്നതിന്റെ മറ്റൊരു ധ്വനിയാണ്. എന്ത്? ഖുർആൻ ഇറങ്ങിയത് ആരിലേക്കാണ്? മുഹമ്മദ് നബിയിലേക്കാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് ലഭിച്ചു? ഖുർആൻ ഇറങ്ങലിലൂടെ ബിഅ്സത്ത് ലഭിച്ചു. അഥവാ അവർ ദൂതരായി മാറി. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ദൂതരായിട്ട് സെലക്ട് ചെയ്തു. എപ്പോൾ? റമദാൻ മാസത്തിലാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും റമദാൻ മാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുർആനിലൂടെ ബഹുമാനിച്ചു, ആദരിച്ചു എന്ന് മക്കായിമ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് നൽകലിലൂടെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. എല്ലാം സന്തോഷിക്കേണ്ട, എല്ലാം ആഹ്ലാദിക്കേണ്ട, എല്ലാം മുസ്ലിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം ആഹ്ലാദവും സന്തോഷവും ഉടലെടുക്കേണ്ടതായ ഒന്നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ അല്ലാഹുവിന്റെ വാക്ക് കേൾക്കുക. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലയോ മനുഷ്യരാശിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉപദേശം വന്നിരിക്കുകയാണ്. നല്ല കൽപ്പന, വിധി വിലക്കുകൾ ഉൾക്കൊള്ളുന്നതായ അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ റബ്ബിൽ നിന്നിട്ട് സന്മാർഗം ഇറങ്ങിയിരിക്കുകയാണ്. അത് സത്യവിശ്വാസികൾക്ക് അത് റഹ്മത്ത് കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഖുർആനിലൂടെയും ഖുർആൻ ഇറങ്ങലിലൂടെയും ഇങ്ങനെയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിച്ചതായ ബിഅ്സത്തിലൂടെയും ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം ഒക്കെ സന്തോഷിക്കേണ്ടത്, നാം ഒക്കെ ആഹ്ലാദിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ തക്ബീർ ധ്വനി റമദാന്റെ അവസാനത്തിൽ മുഴക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമസ്കരിക്കുവാനും
കൊണ്ടാടുവാനും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി പെരുന്നാൾ കൊണ്ടാടുവാനും ആഘോഷിക്കുവാനും എല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് നിർബന്ധമാക്കിയത്. ഈ വിശുദ്ധ വ്രതത്തെ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് മാത്രമല്ല, ആ വിശുദ്ധ വ്രതം നിർബന്ധമാക്കിയത് റബ്ബുൽ ഇസ്സത്ത് അതിന്റെ കാരണമായിട്ട് പറയുകയാണ് നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ വേണ്ടി എന്നതാണ്. അപ്പോൾ നാം നന്ദിയുള്ളവരാവേണ്ടത് നാം സന്തോഷിക്കലിലൂടെയും ആഹ്ലാദിക്കലിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണങ്ങൾ ചെയ്യലിലൂടെയും സദഖ വർദ്ധിപ്പിക്കലിലൂടെയും ധർമ്മം വർദ്ധിപ്പിക്കലിലൂടെയും അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലെല്ലാം ഇല്ലാത്തതായ ഏത് മാസങ്ങളിൽ നാം ചെയ്യാത്തതായ രൂപത്തിലുള്ളതായ ആ പ്രത്യേക വ്രതം അനുഷ്ഠിക്കലിലൂടെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ദൂതരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുകയുണ്ടായി. ആ റമദാൻ മാസത്തിലൂടെയാണ് ആ ദൂതരെ നിയോഗിച്ചത്. ആ ദൂതർ നിങ്ങളിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദൃഷ്ടാന്തമാകുന്ന ആയാത്തുകളെ, ആ ഖുർആനിന്റെ ആയാത്തുകളെ നിങ്ങളിലേക്ക് ഓതിത്തരാൻ വേണ്ടിയാണ്, നിങ്ങളെ പരിഷ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്, നിങ്ങൾ അറിയാത്ത പലതും പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസത്തിലൂടെ ആ ദൂതരെ നിയോഗിച്ചത്, ആ ഖുർആനിനെ ഇറക്കിയത് എന്ന് അല്ലാഹു പറഞ്ഞതായ ഭാഗം ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. വഅൻസൽനാ ഇലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകും തഅലം എന്ന് വേറെ ആയത്തിൽ കൂടി പറയുകയാണ്. നിങ്ങൾക്ക് കിതാബിനെയും ഹിക്മത്തിനെയും നാം ഇറക്കുകയുണ്ടായി, നിങ്ങൾ അറിയാത്തതിനെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുകയും ചെയ്തു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അല്ലാഹുവിന്റെ ഫദ്ൽ നിങ്ങളുടെ മീതെ മഹാഫദ്ലാണ്, മഹാപ്രത്യേകതയാണ്, മഹാബഹുമതിയാണ്, മഹാബഹുമാനമാണ് ഈ ഖുർആനിലൂടെ ഈ വിശുദ്ധ റമദാനിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നത് നന്ദി പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കണം എന്നതാണ്. അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. അല്ലാഹു നമ്മളോട് വിചാരണ ചെയ്യും, അല്ലാഹു നമ്മളോട് ചോദിക്കും. അല്ലാഹു നമുക്ക് ചെയ്തു തന്നതായ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും ചെറുതും വലുതുമായ സർവ്വതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ ചോദിക്കാതെ വിടുന്നതല്ല. അപ്പോൾ ഈ വിശാലമായ അനുഗ്രഹമാകുന്ന ഈ ഖുർആനിന്റെ ആയത്തുകളെ ഇറക്കുക, ഈ ഖുർആനിനെ തന്നെ ഇറക്കുക, ആ ഖുർആനിനെ ഇറക്കാൻ വേണ്ടി നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി നമുക്ക് ദൂതരായ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദൂതരായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുക എന്നീ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതിന് നാം അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്, അത് പ്രവർത്തനത്തിലൂടെ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. നാം എത്ര വലിയ ബഹുമാനത്തിലാണ്, നാം എത്ര വലിയ ബഹുമതിയിലും ബഹുമാനത്തിലുമാണ് അള്ളാഹുവിന്റെ തൗഫീഖിലൂടെ. മറ്റുള്ള മതസ്ഥരെല്ലാം കണ്ടതും കേട്ടതും പൂജിക്കുന്ന വിഭാഗത്തെ നാം കാണുന്നു, കല്ലുകളെ പൂജിക്കുന്നവരെ നാം കാണുന്നു, മണ്ണുകളെ പൂജിക്കുന്നവരെ നാം കാണുന്നു, സൂര്യനെ പൂജിക്കുന്നവരും ചന്ദ്രനെ പൂജിക്കുന്നവരെ നാം കാണുന്നു. അതുപോലെ ഷെട്ടുകൾ നട്ട് പലരെയും വസ്തുക്കളെയും വ്യക്തികളെയും പൂജിക്കുന്നവരെ നാം കാണുന്നു. അള്ളാഹു അല്ലാത്ത അള്ളാഹു ഷിട്ടിച്ചതായ ഷിട്ടികൾ നട്ട് കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ നീച നികൃഷ്ട ചിന്താഗതികൾ പേറി നടക്കുന്നതായ വിഭാഗത്തെ മുസ്ലിം വേഷധാരികളുടെ കൂട്ടത്തിൽ, മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ ഷിയായിസം പേറി നടക്കുന്നവരെ കാണുന്നു. ഹുസൈനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഷിയാക്കളെ, ഹസനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഷിയാക്കളെ, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ പോലത്തതായ ഷിട്ടുകളാകുന്ന നാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നേതാക്കൾ തന്നെയാണ്. പക്ഷെ അവരെ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ ആരാധിക്കപ്പെടേണ്ടവരല്ല. അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നവരെ നാം കാണുന്നു. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നിട്ട് നമ്മെ അള്ളാഹു ഖുർആനിലൂടെ ബഹുമാനിച്ചു, ഹുദയിലൂടെ ബഹുമാനിച്ചു, സന്മാർഗത്തിലൂടെ ബഹുമാനിച്ചു. ആ ഖുർആന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാക്കി നമ്മെ അള്ളാഹു മാറ്റി. മറ്റുള്ളവരെല്ലാം അവരവരുടെ അമ്പലങ്ങളിലേക്കും അവരാരാധിക്കുന്ന പൂജിക്കുന്നതായ ആ ഖബറുകളിലേക്കും ആ അള്ളാഹു അല്ലാത്ത വിഭാഗങ്ങളിലേക്കും ജനങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അഥവാ സത്യവിശ്വാസികൾ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിന്റെ ഗേഹങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ വീടുകളിലേക്ക് കുതിക്കുന്നു. അള്ളാഹുവിന്റെ വീടുകളിലേക്ക് കുതിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ ആ സകലം അള്ളാഹുവിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ പള്ളികളിൽ വെച്ചിട്ട് നിങ്ങൾ ആരും തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കളയരുത്. അള്ളാഹുവിനോടല്ലാതെ ഷിട്ടുകളോടോ, മൊയ്തീൻ ഷേഖിനോടോ, റിഫായ് ഷേഖിനോടോ, ബദരീങ്ങളോടോ, വസ്തുക്കളോടോ, വ്യക്തികളോടോ ഒന്നും തന്നെ ആ പള്ളിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കരുത്. ആ പള്ളി സ്ഥാപിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ നിട്ട് വരാൻ സാധ്യതയുള്ളതായ ഒരു തെറ്റാണത്. അതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ നിട്ട് വരാൻ സാധ്യതയുള്ളതായ ആ തെറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഉണർത്താൻ കാരണം. അതുകൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ നമ്മെ ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ ഖുർആനിനെ ഈ റമദാനിൽ ഇറക്കിയിട്ട് നമുക്ക് നൽകേണ്ടതായ സർവ്വ നിഅമത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഖുർആനെ ഇറക്കിയത്. അതിൽ നമുക്ക് വേണ്ടതായ വ്യക്തി ജീവിതമുണ്ട്, സാമൂഹിക ജീവിതമുണ്ട്, സാമ്പത്തിക ജീവിതമുണ്ട്, രാഷ്ട്രീയ ജീവിതമുണ്ട്,
സ്വകാര്യ ജീവിതമുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്, നമ്മുടെ സമ്പത്തുകളെ എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നുണ്ട്. എല്ലാം വിശദമായിട്ട് ഈ ഖുർആൻ തന്നെ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് വിശദീകരണം നൽകാൻ വേണ്ടി പ്രാക്ടിക്കലായി പ്രവർത്തനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുമുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തിലൂടെ അതിന്റെ വിശദാംശം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയത്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി വിശദാംശങ്ങൾ നൽകിയിട്ട് ആ മതം പരിപൂർണമായ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ഈ മതത്തെ ഇതോടുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ മതമല്ലാതെ മറ്റൊരു മതവും നാം പ്രീതിപ്പെട്ട മതമല്ല. അതുകൊണ്ട് അത് അംഗീകരിക്കരുത്, അത് സ്വീകരിക്കരുത്. ഞാൻ പ്രീതിപ്പെട്ട മതം അത് ഇസ്ലാം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഈ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നാം വളരെ വളരെ വലിയ ധർമ്മം പ്രകടമാക്കിയിട്ടാണ് നാം കണ്ടത്. ആ ധർമ്മങ്ങളിൽ പെട്ടതാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യലുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നോമ്പ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം നോക്കുന്നതായ ആ നോമ്പ് അത് ക്ലിയറായ രൂപത്തിൽ വ്യത്യസ്തമായ മറ്റു മാസത്തിലുണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് അതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്രകാരം തന്നെ പാപങ്ങളിൽ നിന്നിട്ട് മോചിച്ചവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഫുർഖാൻ അദീമിൽ കൽപ്പിച്ചതായ ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉക്കും, നിങ്ങൾ ഖൈറാത്തിലേക്ക് ഓടിച്ചെല്ലുക, അതിൽ നിങ്ങൾ മത്സരിക്കുക, നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന അള്ളാഹു കൽപ്പിച്ച കൽപ്പന പിറ്റാക്കാൻ വേണ്ടിയുള്ളതായ മഹാമൈതാനാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അത് നാം ധർമ്മത്തിലൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പാടുപെടണം. ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. മദീന ഇമാം പറയുന്നു, ചിലരൊക്കെ നിർബന്ധമായ സക്കാത്തിനെ റമദാൻ മാസത്തിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ പതിവാക്കിയവരാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അത് കൃത്യമായിട്ട് സമർപ്പിക്കുന്നതോടുകൂടി സുന്നത്തായ സദഖകൾ, മറ്റു ധർമ്മങ്ങൾ, നോമ്പ് മുറിപ്പിക്കലുകൾ പോലത്തത് നിങ്ങൾ മറന്നു പോകരുത്. അവകളെയെല്ലാം അതോടുകൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഖുർആനിന്റെ ആ സത്യയാകുന്ന അത് ഉൾക്കൊള്ളുന്നതായ വിധി വിലക്കുകൾ പഠിക്കേണ്ടതാണ്. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗമുണ്ടോ അതെല്ലാം റമദാനിൽ മാത്രം പകർത്താനുള്ളതല്ല, 360 ദിവസവും പകർത്താനുള്ളതാണ്. കൊല്ലത്തോട് കൊല്ലം ആ റമദാനിൽ നാം ഏത് രൂപത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് അതേ രൂപത്തിൽ മറ്റു മാസങ്ങളിലും ബന്ധപ്പെട്ടുകൂടി ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്, പാടുപെടേണ്ടതാണ്, ബുദ്ധിമുട്ടേണ്ടതാണ്. ഈ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ മഹാഭാഗ്യമാണ് എന്ത്, റമദാനിൽ ചെറിയ ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നു. ചെറിയ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നു. റമദാൻ മാസത്തിലാണ് ഒരാൾ ഉംറ ചെയ്യുന്നതെങ്കിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ, തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ടുള്ളതായ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് മാത്രം മറുപടി നൽകിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്, നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മക്കയിൽ നാം കാണുന്നത് പോലെ മില്യനുകൾ ആൾക്കാര്, ജനങ്ങൾ, മുസ്ലിം ലോകം അവിടെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ടിരിക്കുകയാണ്. ആ തൗഹീദ് റമദാനിലൂടെ എങ്ങനെ അവർ സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ടുവോ, ആ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാൻ, അള്ളാഹ്ക്ക് മാത്രം അറക്കാൻ, അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കാൻ, അള്ളാഹ്ക്ക് മാത്രം എല്ലാം ഇബാദത്തിന്റെ ഇനങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലൂടെ തൗഫീഖ് നൽകിയോ, അത് അവരുടെ മറ്റു ഭാവി ജീവിതത്തിൽ ഉംറ ചെയ്ത ശേഷം, മക്കയോട് വിടവാങ്ങിയ ശേഷം അവരുടെ ഭാവി ജീവിതത്തിൽ അതേ രൂപത്തിൽ തന്നെ ആ അള്ളാഹുവിനോട് മാത്രമായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നാം അറക്കേണ്ടതും നേർച്ചയാക്കേണ്ടതും, അള്ളാഹുവിന് മാത്രമാണ് നാം ജീവിക്കേണ്ടതും മരിക്കേണ്ടതും. അങ്ങനെയുള്ളതായ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാനുള്ളതായ തൗഫീഖ് ഈ റമദാനിലൂടെ നേടിയെടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ റമദാൻ നമുക്ക് നൽകുന്നതായ ഈ ട്രെയിനിങ് നാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന കാര്യത്തിലൊക്കെ തൗഫീഖ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ളതായ തൗഫീഖ് നൽകിയത് കൊണ്ടാണ് റമദാൻ മാസത്തിൽ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ബദർ യുദ്ധം നടന്നത്, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി മക്ക ഫതഹ് നടന്നത്, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി മറ്റു യുദ്ധങ്ങളെല്ലാം മറ്റു റമദാൻ അല്ലാത്ത മാസങ്ങളിലെല്ലാം നടന്നത്. അപ്പോൾ ആ തൗഹീദിനെ സ്ഥാപിക്കുക എന്നത് റമദാനിന്റെ മെയിൻ തത്വങ്ങളിൽപ്പെട്ടതാണ്. കാരണം റമദാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ 2-3 തവണ മടക്കി പറഞ്ഞതാണ്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇവിടെ എല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ശൈലി എന്താണ്? ഈമാനോട് കൂടി സത്യവിശ്വാസിയായിട്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏകദൈവ വിശ്വാസം അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ച് അതിൽ പ്രവർത്തിച്ച് അതനുസരിച്ചിട്ട് നോമ്പ് പിടിക്കുന്നവൻ, അതനുസരിച്ച്
അതനുസരിച്ചിട്ട് രാത്രി ഹയാത്താക്കുന്നവൻ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് സത്യവാഗ്ദാനം നൽകപ്പെട്ടത്. ആ ഇനത്തിൽപ്പെടാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് മദീന ഇമാമും ഇന്ന് ഊന്നിപ്പറയുകയുണ്ടായ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി. അതുപോലെ മക്ക ഇമാം സംസാരിച്ചതായ ഖുർആനുമായുള്ള ബന്ധം മറന്നു പോകരുത്. ആ ഖുർആനുമായുള്ള ടച്ച് നാം നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടതാണ്. ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 360 ദിവസം ജീവിക്കാൻ വേണ്ടിയുള്ളതായ മനോധൈര്യവും ഒരുക്കവും തയ്യാറെടുപ്പും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? ആ ഖുർആനിനെ പഠിക്കേണ്ടതുപോലെ ഉൾക്കൊണ്ട് പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് മക്ക ഇമാം പറഞ്ഞതുപോലെ അവർക്ക് പ്രത്യേകം പഠിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, കുട്ടികൾ മാറാൻ വേണ്ടി നാം ഖുർആനുമായി ടച്ച് ഉണ്ടാക്കി അവരെ വളർത്തണം. അങ്ങനെയുള്ളതായ നല്ല രൂപത്തിൽ ശിക്ഷണ നൽകുന്ന നല്ല വീട്, ഇസ്ലാമിക വീട്, ഖുർആനിക വീട് കെട്ടിപ്പടുത്തുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി അല്ലാഹു നമ്മൾ നിന്നിട്ട് സ്വീകരിക്കുമാറാവട്ടെ. ഇതുവരെ നാം കേട്ടതായ കാര്യങ്ങൾ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മൾ നിന്നിട്ട് പ്രശ്നമുള്ളവരുടെ പ്രശ്നങ്ങളെ, പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ, പ്രയാസങ്ങൾ ദൂരപ്പെടുത്തുമാറാകട്ടെ. നമുക്കും നമ്മുടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു സുഖപ്പെടുത്തിക്കൊണ്ട് ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കുവാനും അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട്, ഈ വിശുദ്ധ ഞാൻ സംസാരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ നിന്നിട്ട്, ഈ ജിബ്രീൽ കറങ്ങിയതായ നാട്ടിൽ നിന്നിട്ട് അലൈഹിസ്സലാം, ഈ നാട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ നിന്നിട്ട് നമ്മുടെ സഹോദര സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഈ റമദാനിൽ നേടേണ്ടതായ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ നൽകുകയും ചെയ്യണമേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.